കല്ലാലുള്ളം തേടുന്നു. ഹായ് ഗൈസ്, നമ്മൾ ഇന്നിപ്പോ പോകുന്നത് പാഷാൻ ലേക്ക്. വെറുതെ ഒരു ട്രിപ്പ്, വൺ ഡേ ട്രിപ്പ്. അതിനുള്ള ഒരുക്കമാണ് ഇത്രയും. കൊള്ളാമോ? ആ ക്ലാസ് നിനക്കേ ചേരുള്ളൂ. നിങ്ങളുടെ ഒരു ഹൈ പറയൂ. ചുമ്മാ ഒരു വീഡിയോ പറയാനുള്ളത്. ഇതിനെ കുറിച്ച് നിങ്ങൾ 2 വാക്ക് പറയൂ. ഓക്കെ, അടുത്ത് അഭിഷേക്. ഇതിനെ കുറിച്ച് 2 വാക്ക്. ചേട്ടാ, ഇതിനെ കുറിച്ച് 2 വാക്ക്. വൈബാണ്. അടുത്ത് ബ്രോ. എടാ, ഇതിനെ കുറിച്ച് 2 വാക്ക്. ഇതിനെ കുറിച്ച് വേടാ. വിശ്വ മ്യൂസിക് അതാണ് കിങ് വരുന്നു. വിശ്വ മ്യൂസിക്കിന് അറിയോ? അതൊരു റാപ്പറാണ്. ഇതിനെ കുറിച്ച് 2 വാക്ക്. ഇതിലേക്ക് നമ്മൾ തുടങ്ങുകയാണ് യാത്ര. നമ്മളെപ്പോ ഇവിടെ എത്തും നമുക്കറിയില്ല. അലഞ്ഞാട്ടാ, ഇതിനെ കുറിച്ച് 2 വാക്ക്. അവിടെ നിക്ക് പറ. ഇതിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ടോ? എല്ലാരും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മുടെ ആക്ഷൻ പറഞ്ഞതുപോലെ ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതായിട്ട് നിൽക്കാൻ പറ്റൂ. ഇതായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഒരു ഇത് വേണം, അല്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടായിരിക്കണം. ഇതുണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് ഇത് വേണം. അതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള 2 വാക്ക്. മാർക്കോയുടെ വീഡിയോ കണ്ടിട്ട് അവൻ ചിരിക്കുന്നു. അത് തന്നെ, മാർക്കോക്ക് വിഷമായി പോയി. അത് തന്നെ, അതില് ജീവൻ പണയം വെച്ച് ഡൂപ്പില്ലാതെയൊക്കെയാണ് ഞാൻ അതിൽ അഭിനയിച്ചത്. ട്യൂബ്ലൈറ്റിന് അടികൊണ്ട വ്യക്തി ഞാനാണ്. ഇവിടെ എങ്ങാനും മുറിഞ്ഞിരുന്നെങ്കിൽ മെർക്കുറി കയറി ഞാൻ ചത്തേനെ. ഇവനെ ഞാൻ ജയിലിൽ പറഞ്ഞോളൂ. ചത്തിട്ട് ഞാൻ വാദിക്കാൻ വരും എന്റെ കേസ്. അത്രേ ഉള്ളൂ. ചത്താലും അവനെ വെറുതെ വിടൂല. എവിടാ ഗൈസ്? അങ്ങനെ നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പാർക്കിലേക്കാണ് നമ്മുടെ. അപ്പൊ 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ലേക്കിന്റെ സൈഡിലോട്ടാണ് നമ്മുടെ ഈ പട്ടി ഷോ കാണിച്ച് നമ്മൾ പോകുന്നത്. അതായത് 1 ഡേ ട്രിപ്പ്, ജസ്റ്റ് ഒരു ഫൺ ട്രിപ്പ്, അത്രേ ഉള്ളൂ. പാട്ടൊക്കെ കേട്ട് നമ്മൾ നൈസ് മൂഡായിട്ട്, ഏത് മൂഡ്, പൊള്ളി മൂഡ്, അത്രേ ഉള്ളൂ. റെക്കോർഡ് ചെയ്ത മൊത്തം പോയെങ്കിലും പൂനെയിലെ നഗരവീതി ഞാൻ കാണിച്ചു തരാതിരിക്കില്ല ഗൈസ്. പോയത് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടാ, ജിജോയുടെ കയ്യിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തിരിക്കുകയാണ് ഫോൺ. ഞങ്ങൾ അങ്ങനെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടില്ല ഗൈസ്. കുറച്ച് സമയം കൂടി എടുത്താലേ ഞങ്ങൾ ഉള്ളിൽ കയറുള്ളൂ. കുറച്ച് അധികം സമയം എടുക്കില്ല, വളരെ ലേശം സമയം. കുറച്ചും കൂടെ സമയം വേണം അകത്ത് കയറാൻ. പട്ടി എന്താ മാപ്പ് കാണിക്കൂ. ഇത് ഇവിടുത്തെ മാപ്പ്. പാഷാൻ എവിടെയാണ് എന്റെ കൈ? പാഷാൻ ലേക്ക് മാപ്പ്. അത് കാണൂല. ഊഞ്ഞാല് കാണുമ്പോ നമ്മുടെ ഉള്ളിലെ കുട്ടി ഉണരും. അങ്ങനെ ഉണർന്നൊരു കുട്ടിയാണ് ഇവിടെ തൊപ്പിയും വെച്ച് ഊഞ്ഞാലാടുന്നത്. ഒരു ഹൈ പറയും. നോക്കൂ, ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ കാലെ വാരി അടിച്ച്. നോക്കൂ നോക്കൂ നോക്കൂ. സീസോയിൽ കളിച്ച് സ്പൈസർ മൊത്തം അടിയോ. ഒരു ഗെയിമിന്റെ ഭാഗമായി നമ്മൾ അത് നീ വെച്ചോ.
എനിക്ക് ഓടാൻ വയ്യ ഗൈസ്, എനിക്ക് ഓടാൻ വയ്യ. നല്ല വിശപ്പും നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം. ഓടാത്തതായതുകൊണ്ട് ലഗേജ് എൻ്റെ കയ്യിലായി, ഫോണിൽ ചാർജും ഇല്ല. ലൊക്കേഷൻ പോയിട്ട് നമുക്ക് നോക്കാം ഗൈസ്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരണത്. ഇവിടെ എന്തോന്നാണ് സംഭവം എന്ന് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ പിന്നെ മത്സരത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല ഗൈസ്. ഇതാണ് ആ പറഞ്ഞ ലേക്ക്. അഭി സൂക്ഷിച്ചേ ഡാ, അതുവരെ മതി, അങ്ങോട്ട് വെള്ളമാ വേണ്ട ഡാ. ഈ വിജയത്തിനെ പറ്റി താങ്കൾക്ക് എന്താണ്? നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ ഫോട്ടോ കാണിച്ചപ്പോൾ ഈ പാലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. ഏതോ കഠിനമായ പ്രയത്നത്തിലൂടെ എഫേർട്ടിലൂടെ ജിജോയും അവന്റെ പാർട്ട്ണറായ ശീതളും ആ ഉണ്ടായിരുന്ന ഗെയിമിൽ വിജയിച്ചിരിക്കുന്നു. ശീതളിനൊരു യോ കൊട്ടിട്ട് നിഞ്ചേണ്ട കോൾ, അത് റെക്കോർഡായെന്ന് ആർക്കറിയാം. അതിനിടയിൽ കോളൊക്കെ വന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ചു അല്ലടാ. അതെന്താ 100 രൂപ, 50 രൂപ ഇവർക്കും 50 രൂപ അവനും. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ഇനി അടുത്തെങ്ങോട്ടാടാ? അടുത്തൊരു പാലസിലോട്ടാണ്. ഇത് സെൽഫ് വൈബാ. അതാ പാൻ ഇന്ത്യൻ സ്മൈൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. അക്ക എന്താ പാൻ ഇന്ത്യൻ സ്മൈൽ കൊഞ്ചം കാട്ട്. ഇതാ പാൻ ഇന്ത്യ. എന്താ ഡേ ഇപ്പൊ ഇന്ത്യയിലെ ഇതാണ് ട്രെൻഡ്. അപ്പം ഞങ്ങൾ മുന്നോട്ട് ചലിക്കുകയാണ് അല്ലടാ. മുന്നോട്ട് ചലിച്ചിട്ട് അവിടെ എത്തിയിട്ട് പറയാം. അഭിഷേക് തട്ടി താഴെ വീഴുന്നല്ലോ. 2 കൈയും പിടിക്കാൻ നോക്കട്ടെ, ഒറ്റ കൈ പിടിക്കാതെ. ഒറ്റ കയ്യിൽ നിൽക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, എന്റെ പൈസ ചോദിക്കാൻ. പൊക്കണോ? അരിഞ്ചടം ചെയ്തിരിക്കാൻ. അവിടെ നിന്ന് നമ്മളിപ്പോ ഇനി ആകാക്കാൻ പാലസിലോട്ടാണ്. അവിടെ നിന്ന് 3 വണ്ടിയിലായിട്ട് സ്പ്ലിറ്റ് ആയി. ആദ്യം ഞാൻ വന്നപ്പോ കാറിലായിരുന്നു, ഇപ്പൊ ഞാൻ സ്കൂട്ടറിലാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് ആകാക്കാൻ പാലസിൽ പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും കാണുമോ നോക്കിയിട്ട് അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഹൈ ഗൈസ്, അങ്ങനെ നമ്മളിപ്പം വന്ന് ആകാഖാൻ പാലസിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ആ പാലസിൻ്റെ എൻട്രി. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് കയറിയാൽ ഇതൊക്കെ ആരാ ഗൈസ്? പണ്ടത്തെ റേഡിയോ എന്താ? ഉഷാ മെഹ്ത, ഗാന്ധിജി. ഗാലറി 2 ഇവിടെയും ബേസിക്കലി പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ കുറേ ഇതാണ്. ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവർക്ക് മെയിനായിട്ട് ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ പാർക്കിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായത് ഹിസ്റ്ററി അറിയാമെന്നുള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു നൈസ് സ്ഥലം. അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് ഫുഡ് അടിക്കണം. ഫുഡ് വരുമ്പോൾ നമുക്ക് ബാക്കി എടുക്കാം. ഇതെന്താ ഇവിടെ? 36 മണിക്കൂറായിട്ട് ഉറങ്ങാത്ത ഞങ്ങൾ രണ്ടുപേരും. ഞാൻ ഔട്ട്. ഞാൻ എന്താ ഇനി പറയാൻ പോണെന്ന് ഒരു പിടുത്തല്ല. ഒരുമാതിരി കള്ളുടിച്ച അവസ്ഥയാണ്. ആ മിസ്സിങ് ആയവനെ കിട്ടി. എന്നാലും ചെറിയ ബോധമുണ്ട്, കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് ഔട്ടായെങ്കിലും ഇടയ്ക്ക് ചില സാധനം കണ്ടപ്പോൾ റീചാർജ് ആയി. ക്ഷീണിച്ചിരിക്കണ എന്നെ കൊണ്ട് ഐസ്ക്രീം കുടിക്കാൻ പോകുന്ന അലഞ്ഞേട്ടൻ. कौन सा है? पिस्ता है, मावा है। पिस्ता 2 पिस्ता कर दो. അണ്ണൻ്റെ കയ്യിൽ പിസ്ത മാവ പിസ്ത ഉണ്ട് എന്നാണ് അണ്ണൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടും വാങ്ങുമോ? എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുക. ഗൈസ് എന്തെങ്കിലും മുക്കി തരുന്നു. അണ്ണൻ മുക്കി
കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പിസ്ത വീഡിയോ കാട്ടിയതിൽ ഗൈസ് നമ്മൾ 2 പിസ്ത കുൽഫി കുടിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കാൻ നല്ലത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഓണസ്റ്റ് റിവ്യൂ. നമ്മൾ 20 രൂപ കൊടുത്ത ഒരു സാധനത്തിന് 20 രൂപയ്ക്ക് വർത്ത് ഇറ്റ്. പക്കാ സാധനം. അതെ 20 രൂപയ്ക്ക് നൈസായിരുന്നു ഗൈസ്. ആ പാർക്കിൽ നിന്ന് ഞങ്ങൾ 2 പേരും മാത്രം. ഇപ്പം ഇവിടെ അടുത്തൊരു മോളുണ്ട്, ഫീനിക്സ് മോൾ മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങൾ മോളിലെത്തി, വണ്ടി പാർക്ക് ചെയ്ത് കണ്ണട എടുത്ത് വെച്ചു. ഇല്ലെങ്കിൽ ഒരുമാതിരി കഞ്ചാവ് അടിച്ച പോലെ എൻ്റെ കണ്ണിരിക്കുന്നത്. 2 കണ്ണ് അവിടെ കൂടെ പോയിട്ട് കാര്യമില്ല. അവിടെ കൂടെ 2 പട്ടി വാട പട്ടി. പട്ടിക്ക് പേ ഇല്ലത്. എനിക്കൊരു സാധനം കിട്ടണം. അയ്യോ, ഒരു സാധനം കിട്ടണില്ല. ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ഒരു കരടി. കരടി മച്ചാൻ, നമ്മുടെ സ്വന്തം മച്ചാൻ. ഹമാര ഭായിയെ ബൈ ബൈ ബൈ. അങ്ങനെ കരടിക്ക് ബൈ പറഞ്ഞത് ഞങ്ങൾ അടുത്ത കരടി ബൈക്ക് ബൈ പറഞ്ഞു. നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് കയറുകയാണ്. നമ്മൾ ഫീനിക്സ് മോളിന്റെ തെരുവോരങ്ങളിൽ കൂടെ മന്ദം നടക്കുകയാണ്. പ്രത്യേകിച്ചൊരു പണിയില്ല ആൾക്കാർ. അങ്ങനെ ഇവിടുത്തെ മോളിന്റെ ഫുഡ് കോർട്ട്. അങ്ങോട്ടൊന്നും അടുക്കാതിരിക്കുന്നതാണ് എൻ്റെ സാമ്പത്തിക ആരോഗ്യത്തിന് നല്ലത്. ഇവിടെ പ്രത്യേകിച്ച് കാണാനില്ലാത്തത് കൊണ്ടും ഇവിടെ ഒരു ബോട്ടിൽ പെപ്സിക്ക് 60 രൂപ ആയതുകൊണ്ടും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്നു നേരെ എയർപോർട്ടിലേക്ക്. എയർപോർട്ടില്ല, ആ റൂട്ട് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് ബോറടിക്കുന്നു. അതാ മോളിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ട് വ്യൂ പോയിന്റോട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ റൺവേയിലെത്തി. ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ ടേക്ക് ഓഫ് കാണാൻ പറ്റും. ഒരു ഫ്ലൈറ്റിന് ക്ലിയറൻസ് കിട്ടി. അത് ടേക്ക് ഓഫിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നീ പറക്കടാ കുട്ടാ, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇവിടെ ചേർത്തോണ്ട് ഒരു സന്തോഷകരം, ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള എൻഡിങ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ശരിക്കും പറഞ്ഞ സാധനം എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ടേക്ക് ഓഫ് ലാൻഡിങ്ങും കാണാൻ പറ്റുമെന്ന്. പ്രത്യേകിച്ച് 3 ലാൻഡിങ്ങും കണ്ടിട്ട് അങ്ങനെ ശരി. നമുക്ക് ഫ്ലൈറ്റ് അതിനിടയിൽ അടുത്ത ടേക്ക് ഓഫ് ശരിക്കും നമ്മൾ പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമെന്നല്ലേ. ഒറ്റ മൈൻഡിന്റെ പുറത്ത് ഫ്ലൈറ്റ് കാണാൻ പറ്റുമെന്ന് പോലും ഒരു പ്രതീക്ഷയില്ലാതെ വന്നതാ. അപ്പോൾ ഞാൻ അത് നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെയൊക്കെ അടുത്തായിരുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.